ഗൈസ്, അപ്പോൾ പെഡി സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. പെഡി സിനിമയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പെഡി എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ന് ജൂൺ 4 ഇന്ന് പെഡി ആയിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മളെ രാംചരൻ്റെ പടമാണ്. എൻ്റെ മോനെ, അതിനെപ്പറ്റി ഒരു റിവ്യൂ പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് പോവാം. ഇതിൽ മെയിനായിട്ട് ഉള്ളത് നമുക്ക് ആൾക്കാരാരെന്ന് ഞാൻ നോക്കട്ടെ. ബുച്ചി ബാബു സനയാണ് ഇതിലെ ഡയറക്ടർ. പിന്നെ നമ്മളെ ജാൻവി കപൂർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ജാൻവി കപൂർ, പിന്നെ വേറെ എടുത്ത് പറയാനായിട്ട് എനിക്ക് കറക്റ്റ് ഇല്ല. ജാൻവി കപൂർ, ദിവ്യേന്ദു, വിജയ്, ഇത് ശിവരാജ് കുമാറുണ്ട്, പിന്നെ ജഗപതി ബാബു ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ള ഒരു പടമാണ്. അവരെല്ലാമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റൂല. AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ വെങ്കട്ട സതീഷ് കില്ലാരു, ഇഷാൻ സക്സേന എന്ന് പറഞ്ഞ ആൾക്കാരാണ്. തെലുങ്ക് മൂവിയാണ്. അപ്പം ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. എൻ്റെ പൊന്നോ, 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ടിരിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ഓക്കെ എന്നേ പറയാൻ പറ്റൂ. ഒന്നും കാണാനോ വയ്ക്കാനോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല പടത്തിൽ. എൻ്റെ മോനെ, എപ്പോഴും ഒരു തെലുങ്ക് പടത്തിൽ ഇടിയും കാര്യങ്ങളും തെറിച്ചു പോണതും കാര്യങ്ങളും എല്ലാം ഉള്ളൂ. അതേപോലെയൊക്കെ തന്നെ ഇതും ഒരു അപരാധ പടം ആണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഓക്കെ, 1 ടൈം വേണമെങ്കിൽ കണ്ടിരിക്കാം. 1 ടൈം അതിനായിട്ട് പോകാനുള്ളവർക്ക് പോവാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത്ര പിടിച്ചൊന്നുമില്ല. അത്രയും മോശപ്പടമാണ്. എനിക്കൊരു ആവറേജിൻ്റെ താഴെയാണ്. എന്നാലും വല്ലാത്തൊരു പടം തന്നെ. 3 മണിക്കൂർ. ഇത് മെയിൻലി അഭിനയമൊക്കെ കൊള്ളാം. നമ്മുടെ രാംചരൻ്റെ അഭിനയം പൊള്ളിയായിരുന്നു, ഒരു രക്ഷയില്ല. അത് പറയാതിരിക്കാൻ പറ്റൂല. എഫേർട്ട്. പിന്നെ ജാൻവി കപൂർ, അയ്യോ എൻ്റെ മോനെ, എന്ത് ക്രിഞ്ചാണെന്തോ. ഇതെല്ലാം കണ്ട് വയ്യ. ഒരു ഫീലിങ്സിൽ തുടങ്ങിയതാണ് പുഷ്പേര. അതോടെ വയ്യ ഇതൊക്കെ കാണാൻ. എൻ്റെ മോനെ, അത്രയും കൊള്ളൂല. അതൊന്ന് കണ്ടിരിക്കാനാണെങ്കിലോ ഒന്നും അതിൻ്റെ ഒന്നും കെമിസ്ട്രിയോ കാര്യങ്ങളോ ഇതിലെന്തിനാണെന്ന് വല്ല തോന്നിപ്പോവും. അങ്ങനത്തെയൊക്കെ രീതിയിലാണ്. പിന്നെ ശിവരാജ് കുമാറിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രീതിയിലാണ് ചെയ്തത്. പിന്നെ ബാക്കിയൊക്കെ എന്തിനാണെന്നോ. ഇതിൽ മെയിനായിട്ട് പ്ലോട്ട് പോകണമെന്ന് പറയണത് സ്പോർട്സ് പരമായിട്ടാണ് ഈ സിനിമ പോണത്. സ്പോർട്സ് ബന്ധപ്പെട്ട്, ഇതൊരു മൾട്ടി സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പടം. ആദ്യം ക്രിക്കറ്റ് കളിക്കാരനായിട്ട് വന്നു, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റെസ്ലിങ്ങിൽ ഇറങ്ങി, അതിനുശേഷം മറ്റേ സ്പോർട്സ് റണ്ണിങ്ങിന് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അത്ലറ്റിക്സ് ആയിട്ട് പോകും. ഇതൊക്കെ എന്താണോ എൻ്റെ മോനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് കാലൊക്കെ മുറിയുന്നുണ്ട്. കാല് മുറിഞ്ഞിട്ടാണ് ഓട്ടവും. എനിക്ക് വയ്യേ, ഇതൊക്കെ കാണാൻ ഒരു ലോജിക്കും ഇല്ല. എന്താണോ ഇത് നടക്കണേന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ലോജിക്കില്ലാത്ത ഒരു കഥ വെറുതെ ഒന്ന് എഴുതി. രാംചരൻ ഇത് എന്ത് ചെയ്തിട്ടാണ്? രാംചരന് സത്യം പറഞ്ഞ ഒരു നല്ല നമ്മളെ ബാഹുബലി RR ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട. രാംചരനെ എന്താണെന്ന് അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് രാജമൗലി. ഇത് അതുപോലും ഇല്ല. പാട് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ബോഡി എഫേർട്ടും രാംചരൻ്റെ, അത് പറയാതിരിക്കാൻ പറ്റൂല. അത് കൈയടി തന്നെ കൊടുക്കണം. അത്ര അടിപൊളി ഫിസിക്കാക്കി വെച്ചിട്ടുണ്ട്. ബോഡിയും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റാണ്. ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ശരിയാക്കാനുണ്ട്. ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നും കൊള്ളൂല. എഡിറ്റിംഗ് ആണെങ്കിൽ എന്തോ പോലെ. പാട്ട് ഇതെന്തിനാണ് AR റഹ്മാൻ എടുത്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇത്രയും ഇതാക്കി. അതൊക്കെ ആദ്യമൊക്കെ എന്താണ് മ്യൂസിക് എനിക്കറിഞ്ഞില്ല. ഇത് എന്തിനാണ് എടുത്തത്? എന്തായാലും ഇത് പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എടുത്ത് ചെയ്തതാണ്. പക്ഷെ ഒന്നിനും ഒരു ഗുമ്മൊന്നുമില്ല. ഒരു രസമില്ല. ആ ഒരു ടച്ച് വരുന്നില്ല AR റഹ്മാൻ്റെ. പിന്നെ ഒരു ഐറ്റം സോങ് ഉണ്ടായിരുന്നു, അത് നമുക്കറിയാലോ. അത് കേട്ടിട്ട് തന്നെ ബോറായതാണ്. 2 പേരെയും കൊണ്ടുവന്ന്. അത് വലിയ പോരാ. തിയേറ്ററിലൊക്കെ ഓക്കെ ഫീലാണ്. അതെല്ലാം
ഒന്നുമില്ല. പടം വേറെ പ്രത്യേകിച്ച് പറയാൻ, രാജകുമാരൊക്കെ കൊള്ളാം. ബാക്കിയൊക്കെ എന്ത് പറയാനാണ് ഞാൻ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഓവറായിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവരും എന്തിനോ വേണ്ടി അഭിനയിച്ച പോലെ ഒക്കെ ഫീലായി. ബാക്കി എല്ലാവരും കൊള്ളൂല. നടിയും പോരാ, എല്ലാം എക്സ്പോസിങ് ആണ് ഫുള്ള്. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ എന്ത് പറയാനിപ്പം, ഇത്രയൊക്കെ തന്നെ. അതിൽ വേറെ ഇപ്പം പ്രത്യേകിച്ച് വേറെ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറുതെ സൈഡ് റോൾ പോലെ. പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എപ്പോഴും ഒരു സിഗരറ്റ് കഴിക്കാണ്, സിഗരറ്റാ വെച്ച് സിഗരറ്റ് കളിക്കാറങ്ങോളൂ 10-30. ഇതൊക്കെ വെച്ചൊക്കെ തന്നെ. അല്ലാതെ വേറെ കൂടുതൽ പടമൊന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി നല്ലൊരു ലോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഒരു ടൈം പോയിരുന്ന് കാണണമെങ്കിൽ കാണാം, പക്ഷെ നിങ്ങളെല്ലാവരും പോയി കാണണം, എന്നിട്ടേ അഭിപ്രായം പറയാവൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. എനിക്ക് എന്തായാലും പിടിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടവരാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. നിങ്ങൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടില്ലയോ ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. എനിക്ക് എന്തായാലും ആവറേജിൻ്റെ താഴെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗ് റിവ്യൂ ആയിട്ടോ വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.